നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ലോഗിലേക്ക് സ്വാഗതം. ചെങ്ങന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന തൃപ്പലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. പഞ്ചപാണ്ഡവന്മാരാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രങ്ങളിൽ ഒന്നും കൂടിയാണ്. ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വായുപുത്രനായ അതുല്യ ബലവാനായ ഭീമസേനനാണ്. നമുക്കിന്ന് ഇവിടെ കുടികൊള്ളുന്ന ആ വൈകുണ്ഠനാഥന്റെ അനുഗ്രഹത്തോടുകൂടി ഈ അതിപുരാതനമായ തൃപ്പലിയൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ നഗരത്തിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ അകലെയായി പുലിയൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന തൃപ്പുലിയൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം വൈഷ്ണവ സന്യാസിമാരായ ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. വായുപുത്രനായ കുന്തിനന്ദനായ അതുല്യ ബലവാനായ പാണ്ഡവന്മാരിൽ വെച്ച് രണ്ടാമനായ ഭീമസേനനാൽ പ്രതിഷ്ഠിതമായതിനാൽ ഭീമസേന തിരുപ്പതി എന്നറിയപ്പെടുന്ന പഞ്ചപാണ്ഡവ തിരുപ്പതികളിൽ ഒന്നായ ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. മായപ്പിരാൻ എന്നും ഇവിടെ തൃപ്പുലിയൂരപ്പൻ അറിയപ്പെടുന്നുണ്ട്. ഭീമസേനന് മുമ്പ് തന്നെ സപ്തർഷികൾ ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നു എന്നും വ്യാഘ്രപാദ മഹർഷി ഇവിടെ താമസിച്ച് ഭഗവത് ആരാധന നടത്തിയതിനാലാണ് പുലിയൂർ എന്ന നാമം ഈ ദേശത്തിന് കൈവന്നത് എന്നൊക്കെ ഐതിഹ്യങ്ങളുണ്ട്. ശാർദൂലപുരമാണ് പുലിയൂറായി മാറുന്നത്. നമ്മാഴ്വാരുടെയും തിരുമങ്കൈ ആഴ്വാരുടെയും ദിവ്യ പ്രബന്ധങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പൗരാണികതയുണ്ട്. ലക്ഷ്മി ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠയില്ലെങ്കിലും പോർക്കൊടി നാച്ചിയാർ എന്ന നാമത്തിൽ ദേവി ഇവിടെ ഭഗവാനോടൊപ്പം അദൃശ്യ സാന്നിധ്യമായി ഉണ്ട് എന്ന് വൈഷ്ണവർ വിശ്വസിക്കുന്നു. ഉയരമേറിയ ഭൂപ്രദേശത്ത് കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് പടികൾ കയറിയാണ് എത്തിച്ചേരേണ്ടത്. മനോഹരമായ ക്ഷേത്ര ഗോപുരം, വിശാലമായ ക്ഷേത്രഭൂമി, വലിയ തൂണുകളോടുകൂടിയ നടപ്പുര അഥവാ ആനക്കൊട്ടിൽ, ധ്വജസ്തംഭം, ബലിക്കല്ല്, ബലിക്കൽപുര, വലിയ ചുറ്റമ്പലം എന്നിങ്ങനെ ക്ഷേത്ര കാഴ്ചകളും ക്ഷേത്ര നിർമ്മിതിയും എല്ലാം പ്രൗഢഗംഭീരമാണ്, അതിമനോഹരവുമാണ്. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് തന്നെ ഭീമസേനന്റെ ആയുധമായ മയാസുരനാൽ നൽകപ്പെട്ട 1,00,000 ഗദകളുടെ ശക്തിയുള്ള മയദത്തം എന്ന ഗദയുടെ സങ്കല്പത്തിൽ ഗദയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. നാലമ്പലം വിശാലമാണ്. കൊത്തുപണികളാൽ അലങ്കൃതമായ നമസ്കാര മണ്ഡപം, ചുമർ ചിത്രങ്ങളാൽ ആലേഖനം ചെയ്ത ഭീമാകാരമായ ചെമ്പുമേഞ്ഞ ഒറ്റനില വട്ട ശ്രീകോവിൽ എന്നിവയെല്ലാം കാണേണ്ട കാഴ്ചകളാണ്. ഈ വിസ്മയ ശ്രീകോവിലിന്റെ ഗർഭഗൃഹത്തിൽ നരസിംഹ കലകളോടുകൂടിയ ചതുർഭുജ മഹാവിഷ്ണു വിഗ്രഹത്തിൽ പരിശോഭിക്കുന്ന തൃപ്പുലിയൂരപ്പന് അഥവാ മായപ്പിരാൻ പെരുമാൾക്ക് അതീവ രൗദ്രഭാവമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. വട്ടശ്രീകോവിലിന്റെ വലതുഭാഗത്ത് ചുമരിൽ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നാലമ്പലത്തിന് പുറത്ത് അയ്യപ്പൻ, രക്ഷസ്, മഹാദേവൻ, സർപ്പക്കാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട്. സാധാരണ കാവടിയാടാറുള്ളത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലാണല്ലോ. എന്നാൽ ഇവിടെ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ മകരസംക്രമ ദിനത്തിൽ നടക്കുന്ന അലങ്കാര കാവടി ഉത്സവം വളരെ പ്രശസ്തമാണ്. ആദ്യം ഇത് കാര്യസിദ്ധിക്കുള്ള വഴിപാടായി ആരംഭിച്ചതാണെങ്കിലും പിന്നീട് ഇത് ദേശത്തിന്റെ മഹോത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മകരസംക്രമത്തിന് ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ പഴയാറ്റിൽ ദേവീ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കാവടി ഉത്സവത്തിൽ കാവടി എടുക്കുവാൻ വ്രതനിഷ്ഠകൾ ആവശ്യമുണ്ട്. മകരമാസത്തിലെ അത്തത്തിനു കൊടികേറി തിരുവോണനാളിൽ പമ്പാ നദിയിൽ നടക്കുന്ന ആറാട്ടോടെ 10 ദിവസത്തെ തിരുവുത്സവം
അതീവ വിപുലമായി ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിൽ കഥകളി അരങ്ങേറുമ്പോൾ ദുര്യോധനവധം ആടാറില്ലത്രേ. കാരണം ഭീമസേനനാണല്ലോ ദുര്യോധനനെ വധിക്കുന്നത്. ഉത്സവ സമയത്ത് വരേന്നക്കുറിയിൽ നിന്നും ആള് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ഇല്ല എന്ന് മറുപടി കിട്ടിയാൽ മാത്രം ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ചടങ്ങ് ഇവിടെ നടക്കാറുണ്ടത്രേ. അതിനു പിറകിൽ പണ്ട് കാലത്ത് ഊരാള കുടുംബങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും ഒരു നാടുവാഴിയെ ചതിയിലൂടെ വധിച്ച കഥയും തിരിച്ചുള്ള പ്രതികാരവും പിന്നീട് ക്ഷേത്രം ഒത്തിരി വർഷങ്ങളോളം അടഞ്ഞുകിടന്ന ചരിത്രവും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നടുവിൽ മഠത്തിന്റെയും എടക്കാട്ടില്ലത്തിന്റെയും വകയായിരുന്നൊരു ചരിത്രവും എടപ്പള്ളി രാജവംശവുമായിട്ടുള്ളൊരു ബന്ധവും ഈ പുരാതന ക്ഷേത്രത്തിനുണ്ട്. ഭക്ഷണപ്രിയനായ ഭീമസേനൻ പ്രതിഷ്ഠിച്ചതിനാലാവണം നിവേദ്യ സമർപ്പണത്തിന് ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. ചതുശതം അർച്ചനകൾ, കദളിപ്പഴം, കാവടിനിറ, പൂജകൾ, പാൽപായസം എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഉള്ള ഈ ക്ഷേത്രത്തിൽ 3 പൂജകൾ ദിവസേന നടക്കുന്നു. വൈകിട്ടത്തെ നിവേദ്യം കഴിഞ്ഞാൽ തൃപ്പുലിയൂരപ്പൻ തിരുവാറന്മുളയ്ക്ക് എഴുന്നള്ളുന്നു എന്നും ഒരു വിശ്വാസമുണ്ട്. മകരം 28-ാം തീയതി മാത്രമാണ് പടിഞ്ഞാറേ നട തുറക്കുന്നത്. 28 അച്ചാരം ആചാരപ്രകാരം ഈ ദിവസം കുറവ സമുദായ അംഗങ്ങൾ ഭഗവാനെ വന്നു കണ്ട് ദ്രവ്യങ്ങൾ സമർപ്പിച്ച് വണങ്ങുന്നു. വനവാസകാലത്ത് പാണ്ഡവരെ ഉപദ്രവിച്ചതിന്റെ പ്രായശ്ചിത്തമായിട്ടാണത്രേ ഇത് ചെയ്യുന്നത്. ദുര്യോധന പ്രതിഷ്ഠയുള്ള കൊല്ലം മലനട ക്ഷേത്രത്തിൽ പുലിയൂർ ദേശക്കാർക്ക് ദർശനമില്ല എന്നതും ഇവിടുന്ന് ആരും അങ്ങോട്ട് പോവാറില്ല എന്നും ഇവിടുന്ന് പറഞ്ഞു കേട്ടു. ഇവിടെ പടിഞ്ഞാറ് വശത്തുള്ള കൂറ്റൻ കരിങ്കൽ തൂണുകൾ ഭീമൻ ഭക്ഷണം പാകം ചെയ്ത അടുപ്പുകളുടെ ശേഷിപ്പുകളാണെന്നും വിശ്വാസങ്ങളുണ്ട്. തന്റെ സഹോദരന്മാരെയും അമ്മയെയും പത്നിയെയും സംരക്ഷിക്കുവാൻ എപ്പോഴും ജാഗരൂകനായിരുന്ന മൃഗോധരനായ അതിധീരനായ ഭീമസേനൻ എന്ന അതുല്യ യോദ്ധാവിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ പുരാതന വൈഷ്ണവ ക്ഷേത്രം തീർച്ചയായും വന്നു കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഈ പുണ്യ പുരാതന ഭൂമിയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഉച്ചരിച്ച വാക്കുകൾ തൃപ്പുലിയൂരപ്പന്റെ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിച്ചുകൊള്ളുന്നു. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഓം നമോ നാരായണായ.